നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഡോക്ടർ സ്ലംപ് എന്ന കെ ഡ്രാമയുടെ 12ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോ കൂട്ടുകാരൻ ഡോക്ടറിനെ വിളിക്കും. അതായത് ഹീറോന് സാലറി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ട്രീറ്റ് തരാന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. സാലറി കൊടുത്തത് വേറെ ആരുമല്ല, കൂട്ടുകാരൻ ഡോക്ടർ തന്നെയാണ്. എന്തായാലും ട്രീറ്റിന് വിളിക്കുമ്പോൾ കൂട്ടുകാരൻ ഡോക്ടർ പറയും, ഞാൻ എന്റെ പേരൻസിന്റെ വീട്ടിലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വയറ് നിറച്ച് ഫുഡ് കഴിച്ചു, ഇപ്പൊ എനിക്ക് വരാൻ പറ്റത്തില്ല, നമുക്ക് പിന്നെ ഒരിക്കലാവാന്ന്. നമ്മുടെ ഹീറോയിൻ കൂട്ടുകാരി വിളിക്കും. കൂട്ടുകാരിയും സെയിം ഇത് തന്നെയാണ് പറയുന്നത്. അവളും പേരൻസിന്റെ വീട്ടിലാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് വരാൻ പറ്റത്തില്ല എന്ന്. ഇവിടാണ് ട്വിസ്റ്റ്. അതായത് കൂട്ടുകാരിയും കൂട്ടുകാരനും ഒരുമിച്ചൊരു വീട്ടിലാണ്, പേരൻസിനെ കാണാൻ പോയിട്ടില്ല. ഹീറോനെ പറ്റിച്ചതാണ്. ഹീറോ സാലറി കിട്ടിയതുകൊണ്ട് തന്നെ നേരെ ഒരു ATM പോയി അവന്റെ സാലറിയിൽ നിന്ന് കുറച്ച് പിൻവലിക്കും. അത് കഴിഞ്ഞ് ഹീറോയിനെ ഫോൺ വിളിച്ചിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരുവാണ്. അതായത് ഹീറോയിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പണം എടുത്തിട്ടുള്ളത്. ഹീറോയിന്റെ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട്, നല്ലൊരു മരുമോനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയ്ക്ക് പണം കൊടുക്കുന്നത്. അതും പറഞ്ഞ് ഹീറോയിന്റെ അടുത്ത് സംസാരിച്ച് നടന്നു പോകുമ്പോൾ പിറകിൽ നിന്ന് ആരോ ഇവനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഹീറോയിനോട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വേറെ ആരുമല്ല, അനിയനും അങ്കിളാണ്. അങ്കിളും അനിയനും ഒന്നും മിണ്ടാതെ ഹീറോനെ പിടിച്ചോണ്ട് ഒരു കടയിൽ വരും. ഹീറോ ആകെ പേടിച്ചു, ഇവരെന്തിനാ എന്നെ ഇങ്ങനെ വലിച്ചഴിച്ചോണ്ട് പോകുന്നതെന്ന്. ഒരു കടയിലല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. അവർ കുറച്ച് മദ്യം ഓർഡർ ചെയ്ത് ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് അങ്കിള് ഹീറോനോട് ചോദിക്കും, നിനക്ക് എന്തുമാത്രം കടമുണ്ട്, ആ കടമൊക്കെ അടച്ചു തീരാറായോ, നിന്റെ അച്ഛൻ എന്താണ് പണി, അമ്മയ്ക്ക് എന്താണ് പണി. അതിന് ഹീറോ, അടച്ചു തീരാറായി, അടുത്ത വർഷം കൊണ്ട് ഫുൾ കടവും തീരും. പിന്നെ എന്റെ അച്ഛൻ ഒരു കാർഡിയോളജിസ്റ്റ് ആണ്, അമ്മയെ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്കിൾ ഇംപ്രസ് ആവും. അങ്കിൾ പറയും, ഹീറോയിനെ വിഷമിപ്പിക്കാനൊന്നും പാടില്ല, ഹീറോയിനെ നന്നായിട്ട് നോക്കണമെന്ന്. അത് കഴിഞ്ഞ് ഈ 3 പേരും അവിടെ ഇരുന്ന് മദ്യം അടിച്ച് ലാസ്റ്റ് ഫിറ്റ് ആവും. പിന്നീട് വീട്ടിലോട്ട് പോകുമ്പോൾ അനിയൻ പറയും, നിനക്ക് എന്റെ ചേച്ചീനെ നന്നായിട്ട് നോക്കാൻ പറ്റുമോ, എന്നാ പിന്നെ അത് തെളിയിക്ക്, ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ട്രീറ്റ് ഫുഡാണ് അവിടെ വിൽക്കുന്നത്, അത് വാങ്ങിച്ച് അവൾക്ക് കൊടുത്ത് കാണീരെന്നും പറഞ്ഞു അവനെ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ഹീറോ ഇത് കേട്ട് മോട്ടിവേറ്റ് ആയിട്ട് ആ കടയിൽ ചെന്നിട്ട് എന്തോ ഒരു പലഹാരം വാങ്ങും. എന്തോ ഒരു സ്ട്രീറ്റ് ഫുഡാണ്, എനിക്കറിയില്ല ഇവർ ഇത്ര കുടിച്ചിട്ടും എങ്ങനെയാണ് ഇങ്ങനെ മാനിയായിട്ട് പെരുമാറാൻ പറ്റുന്നത്. ഇതിനി കഥയായോണ്ടാണോ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഈ കുടിയന്മാര് ഇങ്ങനെ പെരുമാറുന്നത്? ഇവർ കുടിച്ച് കിണ്ടിയായിട്ടും നന്നായിട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരോട് പെരുമാറുന്നത്. മേ ബി അവർ കുഞ്ഞിലെ ട്രെയിൻ ചെയ്ത് വന്നത് കൊണ്ടായിരിക്കണം. പിന്നെ ഹീറോയിൻ ഒരു പാവയും വാങ്ങിച്ചിട്ടുണ്ട് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. സാലറി കിട്ടിയപ്പോൾ ഹീറോനോട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോ പറഞ്ഞത്, നീ എനിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് വാങ്ങിച്ചു തരുവാണെങ്കിൽ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാമെന്നാണ്. എന്നാൽ അവൾക്ക് വേണ്ടി ഒരു പാവക്കുട്ടിയെ വാങ്ങിച്ചിട്ടുണ്ട്. മറ്റേ പലഹാരം വാങ്ങുന്ന സമയത്ത് ഹീറോയും അങ്കിളും അനിയനും കഴിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. ഹീറോയാണ് എടുത്ത് കൊടുക്കുന്നത്. ഹീറോ ഒരു കപ്പിനകത്ത് പൊതിഞ്ഞാണ് കൊടുക്കുന്നത്. എന്തിനാണെന്ന് അറിയാൻ പാടില്ല. അവിടുത്തെ ലേഡി ആ കപ്പ് എടുത്തോന്നാണ് ഉദ്ദേശിച്ചത്, പ്ലേറ്റ് എടുക്കാനാണ് ഉദ്ദേശിച്ചത്. അവർ കപ്പെടുത്ത് കപ്പ് പൊതിഞ്ഞു കൊടുക്കും. അങ്ങനെ അനിയൻ ആ കപ്പൊക്കെ കടിച്ച് തിന്നുന്നുണ്ട്. പിന്നീട് ഇത് പാഴ്സലും വാങ്ങിച്ച് പോകാൻ നേരത്ത് അങ്കിള് തെന്നി തറകിൽ വീഴും. കുടിച്ച് ഫിറ്റായിട്ടല്ലേ നടന്നു പോകുന്നത്. പക്ഷെ പലഹാരത്തിനൊന്നും പറ്റാതെ അവർ നോക്കുന്നുണ്ട്. ഹീറോയിന് കൊടുക്കാനുള്ളതല്ലേ. അതുപോലെ തന്നെ ഹീറോയിനും ഇത് കണ്ട് ചിരിച്ച് താഴെ വീഴും. അനിയനും ചിരി അടക്കാൻ പറ്റുന്നില്ല. പിറ്റേന്ന് രാവിലെ ഹീറോ കണ്ണു തുറക്കുമ്പോൾ അവന്റെ മുമ്പിൽ എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം അങ്കിളും അനിയനും സപ്പോർട്ട് ചെയ്തായിരുന്നു. ഇനി എന്തൊക്കെ വന്നാലും കുടിച്ച് ഫിറ്റായിട്ട് വീട്ടിൽ കയറി വന്നാലും ഹീറോയിന് നിന്നെ ചീത്ത പറയാൻ ഞങ്ങൾ നോക്കിക്കോളാന്ന്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല അവർ പെരുമാറുന്നത്. ഹീറോയാണ് അവരെ കൊണ്ടുപോയി കുടിപ്പിച്ചെന്ന് പറയും. ഹീറോ മനഃപൂർവ്വം ഇവര് നിർബന്ധിച്ചിട്ടല്ലാതെ കുടിച്ചതെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഹീറോയിൻ നന്നായിട്ട് ദേഷ്യപ്പെടും. പെട്ടെന്ന് ഈ പല്ല് വെച്ച് കുളിച്ച് റെഡിയായി വാ, നമുക്ക് ക്ലിനിക്കിൽ പോകണ്ടേന്ന് ദേഷ്യപ്പെട്ട് പറയും. ഹീറോ കുടിച്ചത് കൊണ്ട് തന്നെ ഹീറോയിന് നല്ല ദേഷ്യമുണ്ട്. പിന്നീട് ഹീറോയിൻ കാർ ഓടിച്ച് പോവാണ്. അവൻ കുടിച്ചത് കൊണ്ട് തന്നെ ബസ്സിലൊന്നും പോകാൻ പറ്റത്തില്ല. ആ ഒരു ഇതുണ്ട്, തലവേദനയും വേദനയൊക്കെ ഉണ്ട്. എന്തായാലും പോകുന്ന സമയത്ത് ഹീറോ പറയും, ഞാൻ വേണമെന്ന് വെച്ച് കുടിച്ചല്ല, അവരെന്നെ പിടിച്ചോണ്ട് പോയി കുടിപ്പിച്ചതാണെന്ന്. ഹീറോയിന് ദേഷ്യം വന്നിട്ട് വണ്ടിയൊക്കെ വെട്ടിത്തിരിച്ച് അങ്കിളിനോടും അനിയനോട് ചോദിക്കാൻ പോകും, കാർ ഓടിച്ചിട്ട്. ആ സമയം ഹീറോ പറയും, അതൊന്നും വേണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന്. അവിടെ പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും ഹീറോ കൊഞ്ചുന്നുണ്ട്, എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറല്ലേ, എനിക്ക് വിഷമാവൂന്ന്. അതുപോലെ തന്നെ അവര് വേറെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഹീറോയിൻ ഇന്നലെ പാവ വാങ്ങിച്ചു കൊടുത്തില്ലേ, അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ആ പാവ ഒരു അണ്ണാൻ കുഞ്ഞിനെ പോലെയാണ് ഇരിക്കുന്നത്. ഹീറോയിൻ ഇത് കണക്കത്തൊരു പാവ പണ്ട് അവൾക്ക് ഉണ്ടായിരുന്നു. അത് അവളുടെ അമ്മ എടുത്ത് ദൂരോട്ട് എറിഞ്ഞു. അങ്ങനെ അവൾ കുറെ നാള് അതിനുവേണ്ടി കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ല സംഭവം. ഹീറോയിൻ ഒരു ഫീൽഡ് ട്രിപ്പിന് പോകാനായിട്ട് സ്കൂളുകാരും വീട്ടുകാരും നിർബന്ധിച്ചു. എന്നാൽ അവള് ഫീൽഡ് ട്രിപ്പിന് പോയില്ല, പകരം വീട്ടിലിരുന്ന് പഠിച്ചു. ഈ ഫീൽഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് കുറ്റബോധം അടിച്ചത്. അതായത് ഫീൽഡ് ട്രിപ്പിന് പോവാത്തത് ഏറ്റവും വലിയ മണ്ടത്തരമായി പോയെന്ന്. ഇപ്പൊ അവൾക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ അണ്ണാൻ കുഞ്ഞിന്റെ പേര് പറഞ്ഞിട്ടാണ് അവൾ കരഞ്ഞത്, അല്ലാതെ വേറൊന്നുമില്ല. ഇത് ഹീറോയിനോട് പറയും. അടുത്ത സീനിൽ കൂട്ടുകാരി ഡോക്ടർ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ അങ്ങോട്ട് വരും. കൂട്ടുകാരന് കോഫി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരൻ നന്ദി പറയുമ്പോൾ കൂട്ടുകാരി പറയും, ഞാനല്ലേ നന്ദി പറയണ്ട, നിങ്ങൾ എന്റെ വീട്ടിൽ വലിയൊരു പ്ലേ ഗ്രൗണ്ട് തന്നെ ഉണ്ടാക്കിയില്ലേന്ന്. ആ ഫ്ലാഷ് ബാക്കിലോട്ട് നമ്മളെ കൊണ്ടുപോവാണ്. അതായത് കഴിഞ്ഞ ദിവസം കൂട്ടുകാരിയെ കാണാൻ പോയില്ലായിരുന്നു വീട്ടില്. അന്ന് കൂട്ടുകാരി ഫുഡൊക്കെ വേവിച്ചു കൊടുത്ത് കഴിച്ചു കഴിഞ്ഞ് കൂട്ടുകാരൻ അവിടെ ഒരു വലിയ പ്ലേ ഗ്രൗണ്ട് തന്നെ ഉണ്ടാക്കി കൊടുത്തു. അതായത് നമ്മുടെ കൂട്ടുകാരൻ ഡോക്ടറിന്റെ ഏതോ ഒരു റിലേറ്റീവിന്റെ കുട്ടിയുടെ ആയിരുന്നു ഇത്. ഇതവർക്ക് വേണ്ടാന്ന് പറഞ്ഞ് എടുത്ത് കളയാൻ നിന്ന സാധനമാണ് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വലിയൊരു പാർക്ക് പോലെ ആക്കി മാറ്റിയിരിക്കുന്നത്. ആ കുട്ടിക്ക് സന്തോഷമാവാൻ വേണ്ടിയിട്ട്. ഇത് കാണുന്ന കൂട്ടുകാരൻ ഡോക്ടറിനോട് വന്ന് നന്ദി പറയും. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്ക്, നമുക്ക് ഇതാണെങ്കിൽ സമയം പങ്കിടാന്ന് പറയും. എന്നാൽ കൂട്ടുകാരി ഡോക്ടർ ചോദിക്കും, അതെന്താ അങ്ങനെ പറയുന്നതെന്ന്. പക്ഷെ നമ്മുടെ കൂട്ടുകാരൻ ഡോക്ടർ ആണെങ്കിൽ ആകെ നാണം വന്നിട്ട് കോട്ടെടുത്തോണ്ട്
എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകും. എന്നാൽ കോട്ട് കൂട്ടുകാരി ഡോക്ടറിന്റെയാണ്, നമ്മുടെ കൂട്ടുകാരന്റെ അല്ല. അതുകൊണ്ട് തന്നെ വിളിച്ച് പുള്ളിക്കാരന്റെ കോട്ട് എടുത്ത് കൊടുക്കും. പിന്നീട് അവർ രണ്ടുപേരും കൂടെ താഴെ കൂടെ നടന്നു പോകും. കൂട്ടുകാരൻ ഡോക്ടറിനെ കൂട്ടുകാരിയാണ് കൊണ്ടാക്കാൻ പോകുന്നത്. കൊണ്ടാക്കാൻ പോകുന്നതല്ല, അടുത്തുള്ള ഒരു സ്റ്റേഷനറി സ്റ്റോർ വരെ പോകുന്നതാണ് കൂട്ടുകാരി ഡോക്ടർ ഉണ്ടല്ലോ, കൂട്ടുകാരനോട് ചോദിക്കും, അതായത് നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയാമോ എന്ന്, സൈക്കിൾ ചവിട്ടാൻ എന്റെ മോനെ പഠിപ്പിക്കാമോ എന്ന്. എന്നാൽ കൂട്ടുകാരൻ പറയും, ഞാൻ പറഞ്ഞു കൊടുത്താൽ മോൻ അത് ഒരു അടിപൊളിയായിട്ട് തോന്നത്തില്ല, അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ നിങ്ങളെ സൈക്കിൾ ഓട്ടാൻ പഠിപ്പിക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മോനെ പഠിപ്പിച്ചാൽ മതിയെന്ന്. അതിന് കൂട്ടുകാരി സമ്മതിക്കും. അതിന് സമയം കണ്ടെത്തി സൈക്കിൾ പഠിക്കാനായിട്ട് പാർക്കിൽ പോകണം. അതിന് അവരൊരു തീയതി നിശ്ചയിക്കും. പ്രസന്റിലോട്ട് വന്നാൽ കൂട്ടുകാരി ഡോക്ടർ ഒരു സ്റ്റിക്കർ എടുത്തു കൊടുക്കും. അതായത് എമർജൻസി സ്റ്റിക്കറാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അതായത് ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം വേണമെങ്കിൽ ഇതിലൊരു സ്റ്റിക്കർ ഉപയോഗിച്ചാൽ മതി. അതായത് ഇത്ര തവണ അവർ സഹായിച്ചു, അതിന് തിരിച്ചും സഹായം, മനസ്സിലായോ? അതൊക്കെ പറഞ്ഞ് അവർ സന്തോഷപ്പെട്ട് സംസാരിക്കും. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിന് വേണ്ടി എന്തൊക്കെ ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കൊണ്ടുവന്ന് ഹീറോ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ പൊട്ടിച്ചു നോക്കും. എന്നാൽ തുറന്നു നോക്കുമ്പോഴോ വലിയൊരു ഡിക്ഷണറി, മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട പഠിക്കാനുള്ള ഒരു ബുക്ക്. ഹീറോ ഇത് കണ്ട് ആകെ ഡള്ളാവും, ഇതാണോ ഗിഫ്റ്റ് കൊടുക്കുന്നത്? പക്ഷേ ഹീറോ പുറത്ത് കാണിക്കത്തില്ല, കൊള്ളാന്ന് പറയും. പിന്നെ വേറൊരു പെട്ടിയുണ്ട്, അത് തുറന്നു നോക്കുമ്പോൾ ഹീറോന്റെ മുഖം വല്ലാണ്ടാവും. പക്ഷെ എന്താന്ന് നമ്മളെ കാണിക്കുന്നില്ല. പിന്നീട് ഹീറോ സർജറി ചെയ്യുമ്പോൾ അവിടുത്തെ നേഴ്സുമാരും ഹീറോയും എല്ലാവരും ഹീറോനെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ്. കാരണം ഹീറോയിൻ കൊടുത്ത ഗിഫ്റ്റ് വേറൊന്നുമല്ല, തലയിൽ കെട്ടുന്ന ഒരു കർച്ചീഫാണ്. അതിനകത്താണെങ്കിൽ കുറെ പട്ടിക്കുട്ടിയുടെ ഫോട്ടോയൊക്കെ ഉണ്ട്. അത് കണ്ടിട്ടാണ് ബാക്കിയുള്ള നേഴ്സുമാരും ഹീറോയിനും ചിരിക്കുന്നത്. സർജറി കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ ഹീറോയിനും പിറകെ വരുന്നുണ്ട്, നീ എന്റെ അടുത്ത് റിവെഞ്ച് ചെയ്യാണോ, അതുകൊണ്ടാണോ എനിക്ക് ഡിക്ഷണറിയും പിന്നെ ഈ ആൾക്കാർ കളിയാക്കുന്ന തൊപ്പിയും തന്നേന്ന് ചോദിക്കും. എന്നാൽ പിന്നെ ആ തൊപ്പി ഇങ്ങ് തിരിച്ചരാൻ പറഞ്ഞ് ഹീറോയിൻ തൊപ്പി ഊരാൻ നോക്കും. എന്നാൽ ഹീറോ കൊടുക്കില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും. നീ എനിക്കൊരു പാവക്കുട്ടിയല്ലേ തന്നത്, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഗിഫ്റ്റ് തന്നതെന്ന്. അപ്പൊ ഹീറോ പറയും, ഇത് നിന്റെ ഗിഫ്റ്റ് അല്ല, ഞാൻ നിനക്ക് ഗിഫ്റ്റ് തരാൻ പോകുന്നതേ ഉള്ളൂ, വാ ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ഡ്രസ്സ് മാറി ഒരു സ്ഥലത്ത് വന്നിരിക്കും. അപ്പോഴാണ് ഹീറോ പറയുന്നത്, അതായത് ഹീറോ ഇവൾക്ക് വേണ്ടി ഒരു ഫീൽഡ് ട്രിപ്പ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവള് ഫീൽഡ് ട്രിപ്പിന് പോയിട്ടില്ല ഇതുവരെ. പണ്ട് കുട്ടിക്കാലത്ത് പോകാൻ നോക്കിയിട്ട് അവള് പഠിക്കാനായിട്ട് ലീവ് എടുത്തിരുന്നു, അതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഫീൽഡ് ട്രിപ്പിന് പോകും. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഹീറോയിൻ കൂട്ടുകാരിയായിട്ട് ഇന്ന് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൂട്ടുകാരി പിന്നെ കാണാന്ന് പറഞ്ഞിട്ടാണ് ഹീറോ പിടിച്ചോണ്ട് പോയത്. ഫീൽഡ് ട്രിപ്പിന് പോണതിന് മുമ്പ് അവർ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് വന്നിരുന്ന് ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്, കടയിലാണ്. അവിടെ വെച്ച് ഹീറോയിനോട് കണ്ണാടി ഡോക്ടറിന്റെ കാര്യം ചോദിക്കും. അതായത് ആ മോശപ്പെട്ട ഡോക്ടറിലെ അവന്റെ കാര്യമാണ് ചോദിക്കുന്നത്. എന്നാൽ ഹീറോ പറയും, നമുക്കിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട, ഇപ്പൊ ഞാൻ സന്തോഷവാനാണ്, എനിക്ക് നല്ലൊരു ഫാമിലി കിട്ടിയിട്ടുണ്ട്, നല്ലൊരു കാമുകിയെ കിട്ടിയിട്ടുണ്ട്, പിന്നെ എന്ത് വേണം, എനിക്ക് അവന്റെ ആവശ്യമില്ല, അവനെ പറ്റി ഇനി നമുക്ക് സംസാരിക്കണ്ട. ഇത് കഴിഞ്ഞ് ഹീറോയിന്റെ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുക്കും. അതുപോലെ തന്നെ ഹീറോ കൊടുത്ത പാവ അവിടെ ഇരിപ്പുണ്ട്, അതിനൊന്ന് തലോടി നേരെ ഹീറോന്റെ റൂമിന്റെ ഫ്രണ്ടിൽ ചെല്ലും. അവന്റെ റൂമിൽ കയറുമ്പോൾ ഹീറോ അവിടെ ഇരുന്ന് ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാണ്. അതായത് ഫീൽഡ് ട്രിപ്പിന് കൊണ്ടുള്ള ഫുഡില്ലേ, അതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ബസ് കയറി നേരെ ഫീൽഡ് ട്രിപ്പിന് പോകും. ബസ്സിൽ വെച്ച് ഹീറോ പറയും, നീ ഇതുവരെ ഫീൽഡ് ട്രിപ്പിന് പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ബസ്സിലുള്ള എല്ലാവരെയും നിന്റെ ക്ലാസ്മേറ്റ് ആയിട്ട് ചിന്തിച്ചാൽ മതിയെന്ന്. ആ ബസ്സിലുള്ള എല്ലാവരും നല്ല ഉറക്കമാണ്, അതുകൊണ്ട് തന്നെ തലേ ദിവസം എല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ അവർ ഉറങ്ങുന്നതാണെന്ന് അവരങ്ങ് സങ്കല്പിക്കും. ആദ്യമായിട്ട് അവരൊരു മ്യൂസിയത്തിലാണ് പോകുന്നത്. അവർക്ക് എന്താ പോലെ, പ്രത്യേകിച്ച് ഹീറോയിന്, അതായത് കുട്ടികൾക്കാണ് ഫീൽഡ് ട്രിപ്പ്, പക്ഷേ കുട്ടികളുടെ കൂടെയാണ് ഇവർ വന്നേക്കുന്നത്. എന്തായാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ ആ മ്യൂസിയം ഒക്കെ കാണും. പിന്നെ പുറത്ത് വന്ന് ഈ സ്കൂൾ യൂണിഫോം ഒക്കെ റെന്റ് എടുക്കുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് സ്കൂൾ യൂണിഫോം റെന്റ് എടുക്കും, അവരുടെ പഴയ ഓർമ്മകളൊക്കെ കൊണ്ടുവരാനായിട്ട്. ഇവർ രണ്ടുപേരും കൂടെ സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് ഒരു സ്ഥലത്ത് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കും. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് ഹീറോയിൻ പണ്ട് യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവസാനമായിട്ട് ഫോട്ടോ എടുക്കത്തില്ലേ, വർഷാവസാനം, ആ ഫോട്ടോ എടുക്കുന്ന ദിവസം അവൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോ അവിടെ നിന്ന് അവളെ നോക്കിയിട്ട് ഇവളുടെ ഭാവിയിലെ ബോയ് ഫ്രണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും, ആരാണോ എന്തോ ആ ഭാഗ്യവാൻ, അവന്റെ ജീവിതം കഷ്ടമായിരിക്കുമെന്ന്. എന്നാൽ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് ഹീറോ ആണല്ലോ. എന്തായാലും അവന്റെ കൂട്ടുകാർ വന്ന് അവനെ കളിയാക്കും, നീ അവളെ വായി നോക്കി നിൽക്കുവാണോ എന്ന്. പിന്നീട് ഇവര് ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഹീറോയിന്റെ കയ്യിൽ ആ ബുക്കുണ്ട്. ആ ഫോട്ടോ നോക്കി നമ്മുടെ ഹീറോയിനും അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഇരിക്കുമ്പോഴേ ഹീറോ പറയും, ഞാൻ ഒരിക്കലും നിന്റെ ബോയ് ഫ്രണ്ട് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല എന്ന്. അവരതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഹീറോയിന് വിശക്കും. ഫുഡ് എന്തെന്ന് ഹീറോയിൻ ചോദിക്കും. ഹീറോ ഫുഡ് എടുക്കാൻ മറന്നുപോയോ എന്ന് ഹീറോയിൻ ചോദിക്കും. എന്നാൽ ഇവിടാണ് ട്വിസ്റ്റ്. ഹീറോയിന് കൂട്ടുകാരിയെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കൂട്ടുകാരിയെ കൂടെ ഈ ഫീൽഡ് ട്രിപ്പിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരിയുടെ കൂടെ കൂട്ടുകാരനും ഉണ്ട്. ഹീറോ ചോദിക്കും, നീ എന്താ ഇവിടെ എന്ന്. പക്ഷെ കൂട്ടുകാരി അവനെ വിളിച്ചോണ്ട് വന്നെയാണ്. ഇവർ രണ്ടുപേരും വന്നപ്പം ഹീറോയിനോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. കൂട്ടുകാരൻ പറഞ്ഞ സൈക്കിൾ ഓട്ടാൻ പഠിപ്പിക്കാൻ വന്നേ, അല്ല ഞങ്ങൾ ബ്രാ വാങ്ങാൻ വന്നേ. നിങ്ങൾ ബ്രാ വാങ്ങാനോ, എന്ത് നിങ്ങൾ പറയുന്നത്? പക്ഷെ ഇവർക്ക് രണ്ടുപേർക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ കൂട്ടുകാരി ഹീറോയിനെയും വിളിച്ച് ക്യാബേജ് കഴിവാനായിട്ട് പോവുകയാണ്. അവിടെ വെച്ച് ഹീറോയിൻ കൂട്ടുകാരിയോട് ചോദിക്കും, എന്താ മോളെ പരിപാടി, നീ ആ ഡോക്ടറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്നോട് പറ. എന്നാൽ കൂട്ടുകാരി ഒന്നും പറയാൻ നാണിച്ച് അവിടെ നിന്ന് മാറിപ്പോവാണ്. പിന്നീട് അവർ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും. അവർ 4 പേരും ബിയറും കുടിക്കുന്നുണ്ട്. രാത്രിയായിട്ടുണ്ട്. അവിടെ വെച്ച് ഹീറോയിനും കൂട്ടുകാരിയും ഒരേപോലെ ബിയർ മിക്സ് ചെയ്ത് കറക്കി കുടിക്കും. ഇത് കാണുന്ന ഹീറോയ്ക്കും കൂട്ടുകാരനും അത്ഭുതം, ഇവരെങ്ങനെയാണ് ഇത്രയും തിക് ഫ്രണ്ട്സ് ആയെന്ന്. അത് ചോദിച്ചപ്പോൾ കൂട്ടുകാരി പറയും, ഇവള് സാധാരണ ആരുമായിട്ടും കൂട്ടുകാരൊന്നും ആവാറില്ല, പക്ഷേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും
ഗോസിപ്പൊക്കെ പറയുമ്പോൾ ഹീറോയിൻ മാത്രം ആരെയും ഒന്നും മൈൻഡ് ചെയ്യാതെ അവൾ അവളുടെ പണി നോക്കും. അതുകൊണ്ടാണ് എനിക്ക് ഹീറോയിനെ ഇഷ്ടപ്പെട്ടിട്ട് അവളുമായിട്ട് കൂട്ടുകൂടിയെന്ന്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരൻ ഡോക്ടറും ഹീറോയും ഫ്രണ്ട്സ് ആയിരുന്നു. ആ കഥ ഇവർ ചോദിക്കും. അങ്ങനെ നമ്മളെ ഫ്ലാഷ് ബാക്കിലോട്ട് കൊണ്ടുപോവാണ്. ഈ കൂട്ടുകാരൻ ഡോക്ടർ ആവാൻ തന്നെ കാരണം ഹീറോയാണ്. ഹീറോ കൂട്ടുകാരനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എക്സാം എഴുതാനൊക്കെ ആയിട്ട്. ലൈബ്രറിയിലൊക്കെ ഇരുത്തി ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവനെ ഉറക്കം തൂങ്ങിയിട്ടൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. ഹീറോയാണ് മോട്ടിവേഷൻ കൊടുക്കുന്നത്, വൈറ്റ് കോട്ട് ഇട്ട് അതുവഴി നടക്കണ്ടേന്ന്. ഇത് കേൾക്കുമ്പോൾ അവൻ ചാർജായി പഠിക്കും. അങ്ങനെ ഒരു ദിവസം ഹീറോ അവന്റെ കോളേജിലോട്ട് കയറി വരുമ്പോൾ കൂട്ടുകാരൻ പിറകിന്ന് വന്ന് കെട്ടിപ്പിടിക്കും. എനിക്ക് എക്സാം കിട്ടിയടാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും സന്തോഷത്തോടെ തുള്ളിച്ചാടും. തൊട്ടടുത്തിരിക്കുന്ന എല്ലാവരും കൈയടിക്കും അവർക്ക് വേണ്ടിയിട്ട്. പിന്നീട് അവൻ ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെസ് അല്ലേ, അതുകൊണ്ട് തന്നെ ഉറക്കം തൂങ്ങിയിട്ടാണ് എപ്പോഴും നടക്കുക. ഹീറോ ഓപ്പോസിറ്റ് നടന്നു പോകുമ്പോൾ അവന്റെ പോക്കറ്റിൽ കോപ്പിക്കോ കൊണ്ടിടും. അവൻ ആ കോപ്പിക്കോയി നോക്കി അങ്ങനെ നിൽക്കും. നല്ലൊരു കൂട്ടുകാരനല്ലേ കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഹീറോ ദൂരോട്ട് മാറിയിട്ട് ഫോണിൽ മെസ്സേജ് അയക്കും, നീ അവിടെ തന്നെ നിന്നോന്ന് പറഞ്ഞിട്ട്. ഹീറോ പതിയെ പിറകിലോട്ട് എത്തി നോക്കും. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവരെല്ലാരും കൂടെ ഒരു റൂമിൽ ഇരിക്കുമ്പോൾ പ്രൊഫസർ വന്ന് പറയും, എന്തോ ഒരു ക്യാമ്പിംഗ് ഉണ്ട്. അതായത് പാവപ്പെട്ട ആൾക്കാരും ഈ ഫ്രീ മെഡിക്കൽ കൊടുക്കത്തില്ലേ ആൾക്കാർക്ക്, ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യും, ചികിത്സിക്കും. അതിന് ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടോന്ന്. ഒരാഴ്ചത്തെ വെക്കേഷൻ ഉണ്ട്. ആ വെക്കേഷന് പോവാതെ ഇതിന് പോകാൻ താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ മാറി നിൽക്കും. ഹീറോ കൈ പൊക്കാനായിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ കൂട്ടുകാരൻ കൈ പൊക്കും, എനിക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് കൂട്ടുകാരനും ഹീറോയും തിരിച്ച് നടന്നു പോകും. അതായത് വീട്ടിലോട്ട് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഹോസ്റ്റലിലോട്ട് പോകുന്നതായിരിക്കും. പോകുന്ന സമയത്ത് കൊച്ചു കള്ള, നിനക്ക് ഇനി അവിടെയൊക്കെ പോയി ഓരോ കാര്യങ്ങൾ പഠിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഹീറോ അവന്റെ മുതുകത്തൊരു അടിയടിക്കും. ആ സമയമായിരിക്കും ഇവൻ താഴെ കിടക്കുന്ന പ്ലാസ്റ്റിക് കവറിൽ ചവിട്ടുന്നത്. തെന്നി സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ടുരുന്ന് താഴെ വീഴും. ഹീറോ കാരണം അവന് പോകാൻ പറ്റിയിട്ടില്ല, അവന്റെ കൈ ഒടിഞ്ഞത് കൊണ്ട് തന്നെ. പിന്നീട് ഹീറോ ആ സ്ഥലത്ത് പോയിട്ട്, അതായത് ആൾക്കാർക്ക് സേവനം ചെയ്തു കൊടുത്ത് ഇതിനെ വീഡിയോ എടുത്ത് വേറെ കുറെ ആൾക്കാർ വൈറലാക്കി. അങ്ങനെയാണ് ഹീറോ പ്രശസ്തമായിട്ടുള്ള ഒരു ഡോക്ടറായിട്ട് മാറിയത്. ഈ ഒരു സ്ഥാനത്ത് കൂട്ടുകാരനായിരുന്നു വരേണ്ടത്, എന്നാൽ ഹീറോയാണ് വന്നത്. ഹീറോ അടിച്ചിട്ടാണ് അവൻ വീണെന്ന് കൂട്ടുകാരൻ വിചാരിക്കും. എന്നാൽ അതൊരു ആക്സിഡന്റ് ആണ്. അവിടെ വെച്ച് കൂട്ടുകാരിയും ഹീറോയിനുമായിട്ട് അടിയാവും. കൂട്ടുകാരി പറയും, ആ ഡോക്ടറിന് കിട്ടേണ്ട സ്ഥാനമാണ് നിന്റെ ബോയ് ഫ്രണ്ട് അടിച്ചെടുത്തതെന്ന്. എന്നാൽ ഹീറോയിൻ അതിനെ ഡിഫെൻഡ് ചെയ്ത് പറയും. അങ്ങനെ ഇത് കേൾക്കുന്ന കൂട്ടുകാരൻ പറയും, നിങ്ങൾ ഇങ്ങനെയൊന്നും പെരുമാറല്ലേ, അവസാനം നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ രണ്ടുപേരെ പോലെ മുടി പിടിച്ച് വലിക്കുമെന്ന്. അതായത് ഹീറോയും കൂട്ടുകാരനും മുടി പിടിച്ച് വലിച്ചിട്ടുണ്ടായിരുന്നു അടിയായിട്ട്. അതാണ് ഇവർ ഇനി ചെയ്യില്ലെന്ന് പറയുന്നത്. എന്ത് നിങ്ങൾ മുടി പിടിച്ച് വലിച്ചെന്നോ, അതിന്റെ കഥയോടെ കേട്ടിട്ട് പറയുമെന്ന് പറയും. അങ്ങനെ അത് പറയാൻ തുടങ്ങും. കൂട്ടുകാരൻ ഓഫീസിലിരിക്കുമ്പോൾ ഹീറോ പഴയതുപോലെ അവന്റെ അടുത്ത് കൂട്ടുകൂടാൻ വരും. എന്നാൽ കൂട്ടുകാരൻ മറ്റേന്റെ വൈരാഗ്യത്തിൽ നിൽക്കുകയാണ്. ഹീറോ വലിയൊരു പ്രശസ്തനായിട്ട് മാറിയിട്ടുണ്ട്, അത് കൂട്ടുകാരന് കിട്ടേണ്ടതായിരുന്നു. ആ വൈരാഗ്യത്തിൽ നിൽക്കുകയാണ്. അവിടെ വെച്ച് തന്നെ അമ്മ രണ്ടുപേരും അടിയാവും. അതായത് ഒരുത്തൻ ട്രോളി കൊണ്ട് സംസാരിക്കും, മറ്റവനും അത് ഇഷ്ടപ്പെടത്തില്ല. വലിയൊരു ഡോക്ടറെ വന്നേക്കുന്നു, കള്ള ഡോക്ടർ എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ പറയും. അങ്ങനെ ഹീറോ അവനെ കസേരയിലിട്ട് കറക്കും, മറ്റവനും അത് ഇഷ്ടപ്പെടത്തില്ല, മറ്റവനും കസേരയിലിട്ട് കറക്കും. ലാസ്റ്റ് യവന്മാര് തമ്മിൽ അവിടെ കിടന്ന് അടിയാവും. തലയണയൊക്കെ പറക്കി വെച്ച് അടിക്കും. അവിടെ തൊട്ട് സൈഡിൽ കട്ടിൽ കിടപ്പുണ്ടായിരുന്നു, അതിന്റെ തലയണ പറക്കി വെച്ചിട്ടാണ് അടിക്കുന്നത്. അവസാനം അടിയായി ആ തലയണയൊക്കെ പൊട്ടി, അതിനകത്തിരിക്കുന്ന പഞ്ഞിയൊക്കെ അവിടെ എല്ലാം പറന്ന് നടന്ന് ലാസ്റ്റ് യവന്മാര് തമ്മിൽ മുടി പിടിച്ച് വലിക്കാൻ തുടങ്ങും. പക്ഷെ ആ ഫൈറ്റിൽ ജയിച്ചത് ഹീറോയാണ്. അവസാനം മറ്റവനെ അടിച്ചു തോപ്പിച്ച് കസേരയിലിട്ട് ചവിട്ടി നീക്കിക്കളയും. ഇതൊക്കെ കേട്ട് കൂട്ടുകാരിക്കും ഹീറോയിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് രണ്ട് വലിയ ആൾക്കാർ തമ്മിൽ മുടി പിടിച്ച് അടി കൂടിയെന്ന് പറയുമ്പോഴേ. പിന്നെ ഹീറോയും കൂട്ടുകാരനുമായിട്ട് സംസാരിക്കും. കൂട്ടുകാരൻ അതിനുശേഷം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂട്ടുകാരൻ നല്ലൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു, നല്ല സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിൽ നിന്ന്. എന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൂട്ടുകാരൻ അവിടെ ഒരു അടിമയെ പോലെയായിരുന്നു. ഭാര്യയുടെ മദറിന്റെ കൂടെ, അതായത് അമ്മയുടെ കൂടെ, അമ്മായിയമ്മയുടെ കൂടെ ഗോൾഫ് കളിക്കാനൊക്കെ പോകേണ്ടി വരും. ഒരു സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുക്ക് വെച്ച് വരെ ഫോൺ എടുക്കേണ്ടി വരും. ഭാര്യയുടെ കുടുംബക്കാരെ വിളിച്ചാൽ ആ ഒരു ഗതികേട് കൂട്ടുകാരന് വന്നു തുടങ്ങി. ഈ വിഷമങ്ങളൊക്കെ ഹീറോനോട് പറയുമ്പോഴായിരിക്കും ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നത് ഹീറോയിനെയും കൂട്ടുകാരെയും കാണാനില്ല. ഈ നേരം അവർ ഡ്രിങ്ക് കൊടുത്ത് വേറൊരു സ്ഥലത്ത് വന്നിരിക്കും. ഹീറോയിൻ ചോദിക്കും, എന്താ മോളെ അവനുമായിട്ട് പരിപാടി, എന്താ കൂട്ടുകാരനായിട്ട് വന്നേന്ന്, എന്താ നിനക്ക് അവനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. എന്നാൽ കൂട്ടുകാരി പറയും, എനിക്ക് അവനെ ഇഷ്ടമല്ലാതെയൊന്നും ഇല്ല, അവൻ നല്ല ക്യൂട്ടല്ലേ, എന്റെ ടൈപ്പാണ്. അങ്ങനെ അതും ഇതും പറഞ്ഞ് അവരതുവഴി നടന്നു പോകും. പോകുന്ന സമയത്ത് കൂട്ടുകാരി അവളുടെ അസൈൻമെന്റിന്റെ കാര്യം ചോദിക്കും. അതായത് ഹീറോന്റെ കൂട്ടുകാരനില്ലേ കണ്ണാടി ഡോക്ടർ, അവൻ നിന്റെ അസൈൻമെന്റ് അടിച്ചു മാറ്റിയിട്ടല്ലേ പ്രൊഫസറായി ഇപ്പൊ അത് രാജിവെക്കാൻ പോകുന്നതെന്ന്, അതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കണ്ടേന്ന് കൂട്ടുകാരി ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, അതിന്റെ ആവശ്യമില്ല, ഇപ്പൊ ഞാൻ നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നത്, ഇതിന്റെ ഇടയിൽ കേസിനും പ്രശ്നത്തിനും പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോനെയും കൂട്ടുകാരനെയും കാണിക്കുകയാണെങ്കിൽ കൂട്ടുകാരന് നല്ല വിഷമമുണ്ട്. ഹീറോ ഇല്ലാണ്ടായി നിന്ന സമയത്ത് അവനെ സഹായിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവന്റെ അടുത്ത് വന്ന് സംസാരിക്കണോ, ഒന്നും പറ്റില്ലല്ലോ. ആ വിഷമങ്ങൾ പറയും. പക്ഷേ ഹീറോയ്ക്ക് കൂട്ടായിട്ട് കണ്ണാടി ഡോക്ടർ കൂടെ ഇല്ലായിരുന്നു, ആ മോശപ്പെട്ട വ്യക്തി. അവനെ പറ്റി പറയുമ്പോൾ കൂട്ടുകാരൻ ഡോക്ടർ ചോദിക്കും, അവൻ എന്തെങ്കിലും ഇല്ലീഗലായിട്ട് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും മയക്കുമരുന്നോ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ. ഞാനൊരു ദിവസം കോളേജിൽ പണ്ട് പഠിച്ചപ്പോൾ അവൻ എന്നെ വന്ന് തട്ടിയായിരുന്നു, അറിയാതെ തട്ടിയതാണ്. അപ്പൊ അവന്റെ പോക്കറ്റിലിരിക്കുന്ന എന്തോ ഒരു പൊടി താഴെ പോയി, എനിക്കൊന്നും മനസ്സിലായില്ല അത് എന്തരാണെന്ന്. അന്ന് അയാൾ പറഞ്ഞ് അതൊരു ഗുളികയാണെന്ന്, ഗുളിക കഴിക്കാൻ വയ്യാത്തോണ്ട് പൊടിച്ച രൂപത്തിൽ വാങ്ങുന്നതാണെന്ന്. അന്ന് ഞാനൊരു മണ്ടനായോണ്ട് എനിക്കത് മനസ്സിലായില്ല. പക്ഷെ എനിക്കിപ്പോ അത് ഓർക്കുമ്പോൾ ഡൗട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് എന്തോ പോലെ, കാരണം അതേപോലൊരു പൊടിയാണ് ഹീറോന്റെ ഡ്രിങ്ക്സിൽ അവൻ കലക്കാൻ നോക്കിയത്. അവന് വീണ്ടും ഡൗട്ട്
ഡൗട്ട് അടിക്കുകയാണ്. അടുത്ത സീനിൽ ഈ കണ്ണാടി ഡോക്ടറിനെയും പിന്നെ ആ വികാരം ഇല്ലാത്ത ക്ലിനിക്കിൽ വർക്ക് ചെയ്ത് അവനെയും കാണിക്കുകയാണ്. ഇവര് തമ്മിൽ എന്തോ ഡീലിങ്സ് ഉണ്ട്. അതായത് ഈ പേന, ഈ ഹിഡൻ ക്യാമറ ഈ കണ്ണാടിക്കാരൻ മുമ്പേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹീറോനോട് 2 ദിവസത്തിന് ശേഷമാണ് പറഞ്ഞത്. പക്ഷെ അതെന്തിനാണെന്ന് അറിയാൻ പാടില്ല. അത് പറഞ്ഞ് ഇവനെ മിരട്ടാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ട് എന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി നിങ്ങൾ 2 ദിവസം കാത്തുവെച്ചു, അതെന്താണ് കാരണമെന്ന് അവൻ അറിയണമെന്ന് പറയും. ഇവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. എന്തോ പറഞ്ഞ് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. അതായത് വികാരജീവി കണ്ണാടി വെച്ചവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്, ഹീറോന്റെ കണ്ണാടി കൂട്ടുകാരനെ. പിറ്റേന്ന് രാവിലെ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഹീറോയിൻ തിരിച്ചു പോകും. ഹീറോയിൻ പറയും, ഇന്ന് എനിക്ക് സൈക്കോളജി ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അതിന് ഞാൻ പോകുമെന്ന്. ഹീറോ എന്നാൽ നീ സമയം എടുത്ത് പതിയെ പോയിട്ട് വന്നാൽ മതി എന്ന് പറയും. ഈ നേരം കൂട്ടുകാരൻ ഡോക്ടറും തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട്. കൂട്ടുകാരിയാണ് കൂട്ടുകാരനെ വിളിച്ചത്. ഇത്രയും ദൂരം വരണ്ടേ, അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് വരാൻ ഒരു മടി, അതുകൊണ്ടാണ് കൂട്ടുകാരനെ കൂടെ വിളിച്ചത്. പോകുന്ന വഴിക്ക് കൂട്ടുകാരൻ പറയും, എനിക്ക് നിന്നോട് ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അതായത് നമ്മുടെ കാര്യമൊന്ന് എന്താണെന്ന് അറിയാൻ പാടില്ല. പിന്നെ അവർ സ്റ്റിക്കർ വീണ്ടും കൈമാറുന്നുണ്ട്. ഇതുവരെ കൂട്ടുകാരൻ ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടില്ല, എന്നാൽ കൂട്ടുകാരി കുറച്ചധികം ഹെൽപ്പ് ചോദിച്ചിട്ടില്ലേ. അപ്പൊ ഈ ഹെൽപ്പ് എന്നാ ചോദിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൂട്ടുകാരൻ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കും. ഹീറോയിൻ സൈക്കോളജി ഡോക്ടറിനെ കണ്ടിട്ട് സൈക്കോളജി ഡോക്ടർ ഒരു ടാബ് എടുത്ത് കാണിച്ചു കൊടുക്കും. ആ ടാബിനകത്ത് അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിനെ പറ്റിയാണ് കാണിച്ചു കൊടുക്കുന്നത്. ആ വെബ്സൈറ്റ് മാറ്റുമ്പോൾ വാൾപേപ്പർ വരും. വാൾപേപ്പറിൽ ആ കണ്ണാടി ഡോക്ടറും, അതായത് മോശപ്പെട്ട വ്യക്തിത്വമുള്ള അയാളും പിന്നെ ഈ ഡോക്ടറും വേറെ കുറച്ച് ഡോക്ടറുമായിട്ട് ഒന്നിച്ചുള്ള ഫോട്ടോ കാണാം. ഇവരെവിടോ വോളണ്ടിയർ ആയിട്ട് പോയതാണ്. ഹീറോയിൻ അതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കും. അതായത് കൂട്ടുകാരൻ ഡോക്ടർ ഏതൊരു കമ്പനിക്ക് വേണ്ടി എന്തോ ഒരു ഡ്രഗ് വികസിപ്പിച്ചെടുക്കുന്നുണ്ട്, അതെന്താണെന്ന് അറിയാൻ പാടില്ല. അതൊക്കെ അവള് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഫോട്ടോയിൽ ഒരു മരുന്ന് കമ്പനിയുടെ സിഇഒയും ഉണ്ട്. ഇവരൊക്കെ തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്, എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. ഹീറോയിൻ എന്തൊക്കെയോ ഡൗട്ട് അടിക്കുകയാണ്. നമുക്കൊന്നും മനസ്സിലാവത്തില്ല, മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഹീറോയിൻ ഡോക്ടറിനെ കണ്ട് പുറത്തിറങ്ങിയിട്ട് കൂട്ടുകാരിയെ വിളിക്കും. ഏതോ ഒരു റിപ്പോർട്ടറിന്റെ നമ്പറാണ് ചോദിക്കുന്നത്. അതായത് ഹീറോയിന് ഡൗട്ടായി, ഇങ്ങനെ അവൻ വോളണ്ടിയറിന് പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരോട് എന്തായിരുന്നു പറയാത്തത്, രാജ്യത്തിന് പുറത്താണ് വോളണ്ടിയറിങ്ങിന് പോയത്. അതുകൊണ്ട് തന്നെ ഹീറോയിന് ഡൗട്ട് അടിക്കുകയാണ്. ഹീറോയിൻ ആ റിപ്പോർട്ടറിന്റെ നമ്പർ വാങ്ങിച്ച് റിപ്പോർട്ടറിനെ വന്ന് കാണും. റിപ്പോർട്ടറിനോട് കാര്യം തിരക്കും, അവരെന്ത് മരുന്നാണ് വികസിപ്പിക്കുന്നതെന്ന്. എന്തോ ഒരു ഹൈ ക്ലാസ്സിൽ നിൽക്കുന്ന ഒരു മരുന്നിന് പകരമാണ് ഈ മരുന്ന് വികസിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ കമ്പനിക്കാരുടെ സ്റ്റോക്ക് ഇടിഞ്ഞു തുടങ്ങി. പക്ഷേ ഈ സ്റ്റോക്ക് മണ്ടയിലോട്ട് കയറാൻ തുടങ്ങി. ഇതിനെപ്പറ്റി കുറെ റൂമേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് ഈ മരുന്ന് വന്നാൽ ഈ മരുന്നിന് നല്ല വിലയായിരിക്കും, ഇതിന്റെ സ്റ്റോക്ക് വീണ്ടും കൂടുമെന്ന്. ഈ റൂമേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റോക്കിന് വീണ്ടും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി ചില റിപ്പോർട്ടർമാർ ഫേക്ക് ആയിട്ട് ന്യൂസ് എഴുതുന്നുണ്ട്, ഇത് അടിപൊളി മരുന്നാണെന്ന് പറഞ്ഞിട്ട്. എന്താണോ എന്തോ, നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഹീറോയിൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ഡൗട്ട്. അതുപോലെ തന്നെ ഒരു മരുന്ന് സബ്മിറ്റ് ചെയ്യുമ്പോൾ, മരുന്ന് കൊടുക്കുമ്പോൾ ഇതിന് കുറെ പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ട്. ആ പേപ്പർ വർക്കൊക്കെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഈ മരുന്ന് അംഗീകരിക്കത്തുള്ളൂ. പല ക്ലിനിക്കിലോട്ട് കൊണ്ടുപോകേണ്ടതല്ലേ, പല ഹോസ്പിറ്റലിലോട്ടും. അതുകൊണ്ട് തന്നെ സേഫ്റ്റി ടെസ്റ്റ് ഒന്നും നടത്താതെ ഇത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടോ എന്നൊന്നും നോക്കാതെ ഇത് ഓരോ സ്ഥലത്തോട്ടും കൊടുക്കാൻ പറ്റത്തില്ല. ഇതൊരു ഗ്രൂപ്പ് ഉണ്ട്, അവർ അംഗീകരിക്കണം ഇത് നല്ല മരുന്നാണെന്ന് പറഞ്ഞിട്ട്. സൈഡ് എഫക്റ്റ് ഇല്ല, മനുഷ്യന് ഉപയോഗമായിട്ട് മാറും എന്ന് അവർ അംഗീകരിക്കണം. അതിന് കുറച്ച് പേപ്പർ വർക്ക് കൊടുക്കാനുണ്ട്. ആ പേപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ട്, അതിപ്പോ സെക്കൻഡ് ഫേസിലാണ്. അതിന് തേർഡ് ഫേസിൽ കയറുമെന്നാണ് ഈ റിപ്പോർട്ടർ പറഞ്ഞു കൊടുക്കുന്നത്. 5% ചാൻസ് മാത്രമേ ഉള്ളൂ ഒരു പുതിയ മരുന്ന് മാർക്കറ്റിലോട്ട് വരാനായിട്ട്. അതും കടന്നിട്ട് ഈ കൂട്ടുകാരൻ ഡോക്ടർ എങ്ങനെയാണ്, അതായത് കണ്ണാടി ഡോക്ടർ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുത്തതെന്ന് ഹീറോയിന് ഡൗട്ട് ആവും. ഹീറോയിൻ നേരെ ഒരു ലൈബ്രറിയിലോ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ പേപ്പർ വർക്ക് നോക്കും ആ മരുന്നിനെ പറ്റിയിട്ട്. അതിനകത്ത് വായിക്കുമ്പോൾ കുറെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. പിന്നെ അതിനകത്തൊരു ഫോട്ടോ കാണാം. അതായത് ഒരു കമ്പനി ഇല്ലേ, മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് കണ്ണാടി ഡോക്ടറിനെ സഹായിക്കുന്ന കമ്പനി, അതിന്റെ വൈസ് പ്രസിഡന്റോ ആരെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അയാൾ ഹീറോയിന്റെ ഹിയറിംഗ് നടന്ന സമയത്ത് അവിടെ നിന്ന് ഓടിപ്പോകുന്നത് ഹീറോയിൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ അത് ഓർമ്മ വരുവാണ്. അപ്പോഴായിരിക്കും അവളുടെ ഫോണിലോട്ട് അവളുടെ അമ്മ വിളിക്കുന്നത്. എന്തോ പോലീസിന്റെ കാര്യമാണ് പറയുന്നത്. ഈ സമയം ഹീറോയിന്റെ അനിയൻ പോലീസ് സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്. ഹീറോയിന്റെ അനിയനെ ചോദ്യം ചെയ്യാണ്. വേറൊന്നുമല്ല, മറ്റേ CCTV നോക്കിയില്ലായിരുന്നോ, ഹീറോയിന്റെ അനിയൻ ഒരാളെ കണ്ടായിരുന്നു ഹീറോയിന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നത്. ഇയാളാണോ എന്നാണ് ചോദിക്കുന്നത്. മുഖം കണ്ടിട്ടില്ല, ശരീര പ്രകൃതത്തിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോഴായിരിക്കും ഹീറോയിൻ അങ്ങോട്ട് വരുന്നത്. ഈ CCTV കാണിച്ചു കൊടുക്കുന്നത് ഹീറോയിൻ കാണും. ഹീറോയിൻ നോക്കുമ്പം, അതായത് ഫേസ് സൂം ചെയ്ത് നോക്കുമ്പോഴാണ് ഹീറോയിന് പരിചയമുള്ള ആരെ പോലെ തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അത് കണ്ണാടി ഡോക്ടർ ആണെന്ന്. അടുത്ത എപ്പിസോഡിൽ എല്ലാം മനസ്സിലാക്കാം, വെയിറ്റ് ചെയ്യൂ. അടുത്ത സീനിൽ ആ കണ്ണാടി ഡോക്ടറിനെ കാണിക്കുകയാണ്. അവന്റെ അടുത്ത് ആ വികാരമില്ലാത്ത ജീവിയുണ്ട്. അവൻ പറയും അവൻ വേറെ കുറെ ക്യാമറ ആ ക്ലിനിക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ അതിൽ കുറെ ക്യാമറ മിസ്സിംഗ് ആണ്. ആ ക്യാമറയിൽ എന്തോ ഒരു കാര്യം പകർന്നിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. ഈ നേരം ഹീറോയിൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ കണ്ണാടി ഡോക്ടറിനെ വിളിക്കും. എന്തോ ഒരു കാര്യം അവനോട് പറയും. അത് വേറൊന്നുമല്ല, അവള് CCTV കണ്ട ആള് ഇവൻ തന്നെയാണ്. അത് ചോദിച്ചിട്ടാണ് അവൾ വിളിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും നേരിട്ട് കാണാൻ തീരുമാനിക്കും. ഹീറോയിൻ അവിടെ കാത്തു നിൽക്കുമ്പോൾ അവൻ അങ്ങോട്ട് കാറും കൊണ്ടുവരും. അവളോട് കാറിൽ കയറാൻ പറയും. എന്നാൽ അവള് കാറിൽ കയറുന്നില്ല. പക്ഷെ ബാക്കിൽ നിന്ന് കുറെ വണ്ടികളൊക്കെ ഹോൺ അടിക്കുന്നുണ്ട് കാർ എടുത്തോണ്ട് പോകാനായിട്ട്. അതുമല്ല, ഇത് പുറത്തു നിന്ന് സംസാരിക്കാൻ പറ്റുന്ന വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കാറിൽ കയറ്റി
അവരങ്ങോട്ട് പോകും. എങ്ങോട്ടാണോ എന്തോ. ഈ നേരം ഹീറോയിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അവള് രാവിലെ പോയതാണ്, എന്നാൽ അവൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്താ സംഭവം എന്ന് അവൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കും. ഹീറോയിൻ ഈ മെസ്സേജ് കാണുന്നുണ്ട്. എന്നാലും ഹീറോയിൻ ഇങ്ങേരോട് സംസാരിക്കുകയാണ്, അതായത് കണ്ണാടി ഡോക്ടറിനോട്. അതായത് ആ പേപ്പർ വർക്കൊക്കെ ഇല്ലേ, ആ പേപ്പർ വർക്കൊക്കെ എഴുതിയത് ഈ കണ്ണാടി ഡോക്ടറാണ്. എന്നാൽ ഫേസ് 2 കടന്ന ആ പേപ്പർ വർക്കിൽ മൊത്തം തെറ്റാണ്, കുറെ അധികം തെറ്റുണ്ട്. അങ്ങനെ ഒരു പേപ്പർ വർക്ക് ഒരിക്കലും ഫേസ് 2 കടക്കത്തില്ല. ഫേസ് 3 പോവാണ്. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ അതൊന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷേ ഹീറോന്റെ ഹിയറിംഗിൽ ആ മരുന്ന് കമ്പനിയുടെ വൈസ് പ്രസിഡന്റോ വന്നിട്ടുണ്ട്. അതിനർത്ഥം ആ വൈസ് പ്രസിഡന്റും പിന്നെ ഈ കണ്ണാടി ഡോക്ടറുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട്. അതുപോലെ തന്നെ ആ മരണം ഇല്ലേ, ഹീറോന്റെ ക്ലിനിക്കിൽ വെച്ച് നടന്ന മരണം, ആ മരണവും ഇയാളുമായിട്ട് ബന്ധമുണ്ട്. ഹീറോനെ കൊടുക്കാൻ നോക്കിയതാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഈ ഡൗട്ടൊക്കെ ഇങ്ങേരോട് പറയുമ്പോൾ ഹീറോയിനെ തന്നെ തുറച്ചു നോക്കും. കാറിന്റെ കൺട്രോൾ തെറ്റി ഓപ്പോസിറ്റ് ഒരു ട്രക്ക് ഇടിക്കാൻ വരും. പെട്ടെന്ന് തന്നെ വെട്ടിച്ച് മാറ്റി കാർ അവിടെ നിർത്തും. എന്നാൽ ഓപ്പോസിറ്റ് തന്നെ ഒരു ട്രക്ക് സ്പീഡിൽ വന്ന് ഈ കാറിൽ ഇടിക്കും. കാറിനെ ഇടിച്ച് ഞെരക്കി ദൂരോട്ട് മാറ്റിയിടും. അതിനകത്ത് തന്നെ ഹീറോയിനും ഇയാളും ബോധമില്ലാതെ കിടക്കും. ഇനി എന്ത് സംഭവിക്കായിരിക്കും? ഈ നേരം ഹീറോ പുറത്തിറങ്ങി വരുവാണ്. അതുപോലെ തന്നെ അവള് വരാനായിട്ട് കാത്തു നിൽക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ട് 12ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ നിർത്തുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവരെ ഹൈപ്പ് ചെയ്തോളൂ. എന്നാ പിന്നെ ഓക്കെ, ബൈ.